അപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ആരൊക്കെ ഉണ്ട്? ഈ പട്ടി കടിക്കോ? ഈ അമ്മൂമ്മയാണ് ഏറ്റവും ടോപ്പിലാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കാളിമല പോകുന്ന യാത്രയിലാണ്. ഇപ്പോൾ ആലഞ്ചോല എത്തിയിട്ടുണ്ട്. ഒരു സോളോ ട്രാവലിംഗ് ആണ് ടു കാളിമല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഏതാണ്ട് കാളിമല എത്താറായി. ഇനി 1-2 കിലോമീറ്റർ ഉള്ളൂ. അപ്പം നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഒന്ന് നിർത്തി. പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ഒരുപാട് ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കാളിമല എൻട്രൻസിലെത്തി. എത്തിയപ്പോൾ തന്നെ വൈകുന്നേരം 4:45-5 അടുപ്പിച്ചായി. കാളിമല യാത്ര ഞാൻ ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് തന്നെയാണിത്. എനിക്ക് വഴി അറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഹലോ ഗൈസ്, അപ്പം നമ്മൾ കാളിമല എൻട്രൻസ് കഴിഞ്ഞു. നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസം മുന്നേ കുരിശുമല പോയായിരുന്നു. അപ്പം കുരിശുമല വെച്ച് കമ്പയർ ചെയ്യുമ്പം ഈ ട്രക്കിങ് വലിയ കുഴപ്പമില്ല. എന്നാലും ഒരുപാട് നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. വീട് കുടുത്ര ഓടാ. ഇനി എത്ര പേരും ഉണ്ട്? തേരി ഉണ്ടല്ലേ. ശരി, പോയിട്ട് വരാം. ശരി ശരി. ഈ അമ്മൂമ്മയാണ് നമുക്ക് വഴി പറഞ്ഞു തന്നത് കാളിമല. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകുതി പോലും എത്തിയിട്ടില്ല. നടന്നൊരു 500 മീറ്റർ കഴിഞ്ഞേ ഉള്ളൂ. ഫുള്ളും ചീവിട് ആ ജീവിയുടെ സൗണ്ടാണ് ഫുള്ളും. അപ്പോൾ ഇതുവരെ കാളിമല പോയിട്ടില്ല. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരു പാറയൊക്കെ കാണാം. ഒരു ഷെൽട്ടർ പോലത്തെ പാറ. ഇങ്ങനെ പോണ വഴിയിൽ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ഒരുപാട് ചക്ക നിൽപ്പുണ്ട്. കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ പകുതി പോലെ എത്തിയിട്ടില്ല. പക്ഷെ വലിയ ട്രക്കിങ് വലിയ പ്രയാസമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ടോട്ടലി കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഈ മലകൾ. ഇതാ കാണുന്നത് ചിറ്റാർ ഡാമാണ്. ചിറ്റാർ നമ്മളെ നെട്ടയുടെ അവിടെ ഉള്ള കോതയാർ. അപ്പോൾ നമ്മൾ പകുതി എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ടോട്ടൽ മലകളൊക്കെ കാണാൻ പറ്റും. വീണ്ടും മുന്നോട്ട്. പകുതിക്ക് മുകളിലെത്തി. നല്ല ടയർഡായി. ഒറ്റയ്ക്കാണ്, വേറെ ആരും തന്നെ ഇല്ല. കിതയ്ക്കുന്നു. നമ്മൾ എത്രത്തോളം എത്തിയെന്നറിയില്ല. പക്ഷെ നന്നായി ടയർഡായി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. ടോട്ടൽ ഈ കോതയാറിൻ്റെ ചിറ്റാറിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. മൊത്തത്തിലുള്ള മലനിരകളും പുഴകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ്. അപ്പോൾ എൻ്റെ സംസാരത്തിൽ ഒരു പതർച്ച ഉണ്ട്. എന്ന് വെച്ചാൽ ഇത്രയും കയറ്റം കയറിയതുകൊണ്ടാണ്. നല്ലൊരു ആദ്യം വിചാരിച്ചു കയറ്റം കുറവെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങോട്ട് കയറി ഒരുപാട് കയറ്റങ്ങളുണ്ട്. കയറ്റം കുറവ്. സമയം വൈകുന്നേരം 5:30. നമ്മൾ ഏതാണ്ട് പൊങ്കാല ഇടുന്ന സ്ഥലം വരെ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ആയിരിക്കും പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഈ അടുപ്പൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല കാറ്റാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ടോപ്പ് കാളിമല. ദേവിയുടെ അമ്പലമാണ്. ഭയങ്കര കാറ്റാണ്. പിന്നെ ഇവിടെ നാഗരമുണ്ട്. നമുക്ക് നാഗര കാണാൻ പറ്റും.
കയറി വന്ന ക്ഷീണമൊക്കെ മാറി കേട്ടോ. അപ്പം ഇതാണ് കാളിമലയുടെ മെയിൻ ദേവിയുടെ സന്നിധി. പിന്നെ ഇവിടെ ഗണപതിക്കും സന്നിധിയുണ്ട്, അഗസ്ത്യ മുനിക്കുമുണ്ട്, നാഗർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. കാളിമലയുടെ ഏറ്റവും ടോപ്പിൽ കയറി ഏതാണ്ട് 1 മണിക്കൂർ സമയം എടുത്തു കയറാൻ. അപ്പോൾ മൊത്തത്തിൽ എല്ലാം കാണാൻ പറ്റും. നല്ല കാറ്റാണ് ഇവിടെ. ഇവിടെ ഗണപതിയുടെ പ്രതിഷ്ഠയും ദേവിയുടെ സന്നിധാനമുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഏറ്റവും ടോപ്പിലാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ദേവിയുടെ നട അടച്ചിട്ടുണ്ട്, ഗണപതിയുടെ തുറന്നിട്ടുണ്ട്. ഇവിടെ ശൂലം ഒക്കെ കാണാം. പിന്നെ ഇവിടെ അഗസ്ത്യമുനിക്കും ചെറിയൊരു വിഗ്രഹമുണ്ട്. അഗസ്ത്യമുനിയുടെ പാദസ്പർശമേറ്റ ഭൂമിയാണ് ഈ കാളിമല, പുണ്യഭൂമിയാണ്. നല്ല കാറ്റാണ്, സൗണ്ട് ഈ മറ്റേ നല്ല മഴ വരുന്ന സൗണ്ടാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ ഇറങ്ങുന്ന വഴിയിൽ ഒരു ചർച്ചുണ്ട്, സെൻറ്റ് തോമസ് കത്തോലിക് ചർച്ച്. ഇറങ്ങുന്ന വഴിയിലാണ് ഈ ചർച്ചുള്ളത്. പിന്നെ ഇറങ്ങുന്ന വഴിയിൽ ഈ അമ്മൂമ്മയെ പരിചയപ്പെട്ടു. പേര് രാധ. ഇവിടെയാണോ താമസം? അപ്പുറത്തല്ലേ? അപ്പോൾ ഇവിടെ മുകളിലൊക്കെ കയറിയിട്ടുണ്ടോ കാളിമല? അപ്പം അത് ഉത്സവം കഴിഞ്ഞല്ലേ? ഇല്ല, ഉത്സവം May 1 പൊങ്കാലായിരുന്നല്ലേ? ഓ, കഴിഞ്ഞു. അപ്പം ഞാൻ ഇന്നാണ് അറിഞ്ഞത്. മൊത്തത്തിൽ നല്ല ഏറ്റവും മുകളിൽ നല്ല കാറ്റൊക്കെ ആയിരുന്നു. ഓ, ചൂടില്ല, ഭയങ്കര ഇതാണ്. അപ്പോൾ ഈ ചുള്ളിയൊക്കെ വിറകടുപ്പ്. ഓ, അമ്മൂമ്മയുടെ വീട് മുകളിലാണ്. അപ്പം വീട്ടിലാരൊക്കെ ഉണ്ട്? ഈ പട്ടി കടിക്കോ? കുരയ്ക്കുന്നുണ്ട്. കടിക്കില്ലല്ലേ? അപ്പോൾ ശരി അമ്മൂമ്മ, കാണാം. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ കാളിമല യാത്ര. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ ഇതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ക്യാമറ ക്വാളിറ്റി എത്രത്തോളമാണെന്ന് അറിയില്ല, എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട്, നല്ല വ്ളോഗായിട്ട് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ ചാനലിൽ വ്ളോഗ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഡേ ബൈ ഡേ ആക്ടിവിറ്റീസ്, വ്ളോഗ്സ്, എൻ്റർടൈൻമെൻറ്റ് എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാത്തിനും വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ വീണ്ടും കാണാം. ആൻഡിൽ ഇറ്റ്സ് ഫ്രം അനുഷാഗർ. ബൈ.